നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശരത്. ഞാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഫിസിഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് രക്താതിസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ. സാധാരണഗതിയിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ തലവേദനയോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ കൈക്ക് പരിക്കോ ഒക്കെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ആളുകൾ ബി പി ഒക്കെ നോക്കാൻ വരാറുള്ളത്. എന്നാൽ സമൂഹത്തിൽ ഏകദേശം ഒരു ബി പി ഉള്ളവരിൽ തന്നെ ഏകദേശം 30% ആളുകൾ ഒരു ബി പി ഉണ്ടെന്ന് പോലും ഒരിക്കലും മനസ്സിലാക്കാറില്ല. അങ്ങനെയുള്ള ആളുകളെ കൂടെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് രോഗനിർണയവും യഥാർത്ഥത്തിലുള്ള രോഗചികിത്സയും ചെയ്താൽ മാത്രമേ സമൂഹത്തിന് അതൊരു ഗുണപരമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം പ്രഷർ കൂടിയാൽ നമുക്കറിയാം അത് തലച്ചോറിനെ ബാധിക്കാം, പക്ഷാഘാത പോലുള്ള അസുഖം വരാം, ഹൃദയത്തെ ബാധിച്ചാൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം, കണ്ണുകളെ ബാധിക്കാം, നമ്മുടെ കിഡ്നീനെ ബാധിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ അത് മാറ്റിമറിക്കാൻ പര്യാപ്തമായിട്ടുള്ള അസുഖമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് സൈലന്റ് കില്ലർ എന്നാണ്. അതായത് മിണ്ടാതിരുന്ന് ഒരാളെ അപകടത്തിലാക്കാൻ വളരെ കഴിവുള്ളവരും വളരെ പ്രാപ്തിയുള്ളതുമായ ഒരു അസുഖമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി, നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നു, ആശുപത്രിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർമാരെ അടുത്തിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉത്കണ്ഠ ഉണ്ടാവുകയും അവരുടെ രക്തസമ്മർദ്ദം കൂടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ബി പി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കൂടുതലാണ്, കുറവാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും പേഷ്യൻസിനാക്കാൻ ഒരു സംശയവും അവർ തന്നെ നമ്മൾ ധാരാളം സമയങ്ങൾ പറയാറുണ്ട്. സാർ, അത് നമുക്ക് ആശുപത്രിയിൽ വരുന്ന ടെൻഷൻ കൊണ്ടാണ്. കാരണം അങ്ങനെ വരാറുണ്ട്. വൈറ്റ് കോളർ ടെൻഷൻ എന്നാണ്. അതായത് ആശുപത്രിയിൽ വരുമ്പോൾ ആശുപത്രിയിൽ എത്തുന്നതിന് ഉത്കണ്ഠ മൂലമുണ്ടാകുന്ന രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന ഉയർച്ച. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ വീട്ടിലിരുന്ന് ബി പി നോക്കുക അല്ലെങ്കിൽ പലതവണ ബി പി നോക്കുക. അതിന് ലോകത്താകമാനം ചെയ്യുന്നൊരു മെത്തേഡിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതിന് 227 മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ 227 എന്ന് ഇംഗ്ലീഷിൽ പറയാം. എന്താണ് 227? 2 എന്ന് പറഞ്ഞാൽ രാവിലെ 2 തവണ ബി പി നോക്കുക, 1 മിനിറ്റ് ഇടവിട്ട്. അതായത് ഉദാഹരണത്തിന് നമ്മൾ 8 മണിക്കൊന്ന് ബി പി നോക്കി, ഒരു 8:02 ആകുമ്പോഴേക്കും നിങ്ങൾ ബി പി നോക്കുക. അതേ ദിവസം തന്നെ വൈകിട്ട് ബി പി നോക്കുക 2 തവണ, ഒരു 6 മണിക്ക് നോക്കി, ഒരു 6:02 നോക്കി. ആഴ്ചയിൽ ഇങ്ങനെ 7 തവണ ചെയ്യും. അതായത് രാവിലെ 2 തവണ, വൈകിട്ട് 2 തവണ, ആഴ്ചയിൽ 7 തവണ. അപ്പം 2, 2, 7 ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്ന ബി പിനെ നോക്കുന്ന ബ്ലഡ് പ്രഷറിനെ നമ്മളൊരു പുസ്തകത്തിൽ കുറിച്ച് വെക്കുന്ന സമയം ഡേറ്റ് വെച്ചിട്ട് എന്നിട്ട് അത് നിങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടറെ ഇത് കാണിക്കുക. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഒന്ന്, യഥാർത്ഥത്തിൽ ബി പി ഉണ്ടോ, അല്ലെങ്കിൽ ബി പി ഉള്ള ഒരാളുടെ ബി പി യഥാർത്ഥത്തിൽ നിയന്ത്രണ വിധേയമാണോ അതോ നിയന്ത്രണത്തിന് പുറത്താണോ, മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കണോ, മരുന്നിൻ്റെ ഡോസ് കൂട്ടണോ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറിനെ സഹായിക്കാനും കൂടെ ഇത് ഉതകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ സഹായിക്കാനും സാധിക്കും. ഒരാളുടെ ബി പി നിയന്ത്രിക്കുന്നതിൽ കൂടി അയാൾ മാത്രമല്ല സംരക്ഷിക്കുന്നത്, അയാളും അയാളുടെ കുടുംബാംഗങ്ങളും ഭാവിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനിൽ നിന്ന് സംരക്ഷിക്കുകയും ഒരു പരിധിവരെ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനിൽ പോലും ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മോചിതരാകാനും സാധിക്കും. സോ എല്ലാവരും അവരുടെ ബി പി ഇടയ്ക്കിടയ്ക്ക് നോക്കുക, യഥാർത്ഥ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നോക്കുക. എല്ലാവരും സുരക്ഷിതരായിട്ട്. നന്ദി.